നമസ്കാരം. ENC എഡ്യൂമേറ്റിന്റെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഇയർ മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഇയർ മാനേജ്മെന്റിൽ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ആണ്. ഫങ്ഷണൽ ഏരിയാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 3-4 ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തു. ഫങ്ഷണൽ ഏരിയാസിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ 4 ഫങ്ഷണൽ ഏരിയാസ് പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, 2 പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, 3-ാമത്തത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, 4-ാമത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. കഴിഞ്ഞ 4 ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഫങ്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജർ എന്താണ്, സ്കോപ്പ്, വാട്ട് ആർ ദ മേജർ ഡിസിഷൻസ് ടേക്കൺ ബൈ ഫിനാൻഷ്യൽ മാനേജർ, ദെൻ ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഏരിയ നമ്മൾ പഠിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഫങ്ഷണൽ ഏരിയ ഓഫ് മാനേജ്മെന്റ് പഠിക്കാൻ പോവുകയാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് നിങ്ങൾക്ക് അടുത്ത വർഷം ഈ പ്രൊഡക്ഷൻ മാനേജ്മെന്റ് മാത്രം ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ മാനേജ്മെന്റ് പഠിക്കാനുണ്ടാവും. പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെന്റ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് 2 ഏരിയ മാത്രം ഡിസ്കസ് ചെയ്തത്. പ്രൊഡക്ഷൻ മാനേജ്മെന്റിന്റെ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. അത് മാത്രമേ നമുക്ക് ഇവിടെ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്? നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കാം. ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഒരു ഫിനാൻഷ്യൽ മാനേജറുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന്റെ മേജർ ഡിസിഷൻസ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? പ്രൊഡക്ഷൻ മീൻസ് കൺവേർഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്സ്. എന്താ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ? ഇൻപുട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇൻപുട്ട് മീൻസ് റോ മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കൾ എന്താക്കി മാറ്റപ്പെടുന്നു? ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റപ്പെടുന്ന ഏരിയയാണ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഏരിയയാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. എന്താ മക്കളെ പ്രൊഡക്ഷൻ വെച്ചാൽ? പ്രൊഡക്ഷൻ മീൻസ് കൺവേർഷൻ ഓഫ് ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്സ്. ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ. അസംസ്കൃത വസ്തുക്കൾ എന്താക്കി മാറ്റുന്നു? ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന ഏരിയ ഓഫ് മാനേജ്മെന്റ് ആണ്, ഏരിയയാണ് പ്രൊഡക്ഷൻ. ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുന്ന ഏരിയയാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. അപ്പൊ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണോ, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മെയിൻ ഫംഗ്ഷൻസ് എല്ലാം തന്നെ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ്, കൺട്രോളിംഗ് തുടങ്ങിയ മാനേജ്മെന്റ് ഫംഗ്ഷൻസും മെയിൻ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മാനേജ്മെന്റിനെ പറഞ്ഞ പേരാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. എന്താ പറഞ്ഞ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്? വെൻ വി ആർ അപ്ലൈയിങ് ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, then it will become production management. അപ്പൊ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമ്മൾ ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ദെൻ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൽ നമ്മുടെ എന്താണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും മാനേജ്മെന്റ് ഫംഗ്ഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. ഇപ്പൊ എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് നോക്കാം. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് റെഫേഴ്സ് ടു ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ എന്താണ് ഈ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ മാനേജ്മെന്റിനെ പറഞ്ഞ പേരാണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ്. മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആയ പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് നമ്മൾ മാനേജ്മെന്റ് ഫംഗ്ഷൻസ് എവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ പ്രോസസ് നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതെന്തായി മാറുന്നു? പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. സോ നമുക്ക് പറയാം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. അപ്പൊ എപ്പോഴും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്ലിയർ ആയിട്ട് നടക്കണമെങ്കിൽ, സ്ഥാപനത്തിന്റെ ഉൽപാദനത്തിന് ഒരു തടസ്സവുമില്ലാതെ സ്റ്റഡിയായും റെഗുലറായും കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് നടക്കണമെങ്കിൽ അവിടെ ശരിയായ ഒരു പ്ലാനിംഗ് ഉണ്ടാവണം, ശരിയായ ഓർഗനൈസിംഗ് ഉണ്ടാവണം, ഡയറക്ടിംഗ് ഉണ്ടാവണം, കൺട്രോളിംഗ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാകാതെ നോക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദനത്തിന് ഒരു തടസ്സവും വരാതെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയുള്ള മാനേജ്മെന്റ് ആണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്.
ആ മാനേജ്മെന്റ് കൃത്യസമയത്ത് തന്നെ പ്രൊഡക്ഷനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്ട് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. Then that will become production management. Okay, മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്? ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്ടിംഗ് ആൻഡ് കൺട്രോളിംഗ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്. പ്രൊഡക്ഷൻ പ്രോസസ് എന്താണ്? കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ഏരിയ ആണ് നമുക്ക് പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ പഠിക്കേണ്ടത്. പ്രൊഡക്ഷൻ മാനേജ്മെന്റ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വർഷം നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെ രണ്ട് ഏരിയ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ. പ്രൊഡക്ഷൻ പ്ലാനിംഗ്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോൾ. ഇത് രണ്ടും ഉൽപാദനത്തിനെ കുറിച്ചുള്ള ആസൂത്രണവും ഉൽപാദന നിയന്ത്രണവുമാണ് നമുക്ക് ഈ ഏരിയയിൽ, ഈ ഫംഗ്ഷണൽ ഏരിയയിൽ നമുക്ക് ഈ വർഷം പഠിക്കേണ്ടതായിട്ടുള്ളത്. പ്രൊഡക്ഷൻ കൺട്രോൾ. ഇത് നമുക്ക് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. പ്രൊഡക്ഷൻ പ്ലാനിംഗ് നമുക്കറിയാം, ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ്. നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. പ്ലാനിംഗ് മീൻസ് മുൻകൂറായി നമ്മൾ എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്യുന്നു, തീരുമാനമെടുക്കുന്നു. ഒരു കാര്യം യഥാർത്ഥത്തിൽ നടക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആരൊക്കെ ചെയ്യണം, ജോലി എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ നേരത്തെ കൂട്ടി അഡ്വാൻസ് ആയി തീരുമാനിക്കുന്നതാണ് പ്ലാനിംഗ്. ഇപ്പൊ പ്രൊഡക്ഷൻ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഉൽപാദനത്തിന്റെ ആക്ടിവിറ്റീസ് നമ്മൾ മുൻകൂറായി നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുന്നു. എന്താണ്? വി ആർ ഡിസൈഡിംഗ് ഇൻ അഡ്വാൻസ് വാട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്, ദെൻ വേർ ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. എന്താണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ ഉൽപാദനം നടത്തേണ്ടത്, ഇത് എല്ലാ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മുൻകൂറായി തീരുമാനിക്കുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്? പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ കെയർഫുൾ പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻസ്. ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് തയ്യാറാക്കുന്നതിനെ പറഞ്ഞ പേരാണ് ഉൽപാദന പ്രക്രിയ. എന്തൊക്കെയാണെന്നും എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കണം, അത് എവിടെയാണ്, ആരൊക്കെയാണ് അവിടെ വരേണ്ട തൊഴിലാളികളും, ഏതൊക്കെ മെഷീൻസ് ഉപയോഗിക്കണം, ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം, ഇവയെ കുറിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി പഠിച്ച് തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ പ്ലാൻസ് ആണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ പ്ലാൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ പ്ലാൻസ് ഡിറ്റർമിൻസ്, പ്രൊഡക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന എന്താണ്, വാട്ട് വിൽ ബി പ്രൊഡ്യൂസ്ഡ്, എന്താണ് നമുക്ക് ഉൽപ്പാദിപ്പിക്കേണ്ട ബിസിനസ് സ്ഥാപനത്തിൽ, എന്ത് ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ദെൻ വേർ ഇറ്റ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എവിടെയാണിത് ഉൽപാദനം നടക്കേണ്ടത്. ഇറ്റ് ഓൾസോ ഡിറ്റർമിൻസ് ബൈ ഹ്യൂം ദ പ്രോഡക്ട്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ്, ആരൊക്കെയാണ് അവിടെ വരേണ്ട എംപ്ലോയീസ്, ആരൊക്കെയാണ്, ഏത് തരത്തിലുള്ള സ്കിൽഡ് ലേബേഴ്സ് ആണ് അവിടെ വരേണ്ടത് എന്നുള്ള കാര്യം നമ്മളവിടെ തീരുമാനിക്കേണ്ടത്. ആൻഡ് വെദർ ദ പ്രോഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓർ ബോട്ട് ഫ്രം ദ മാർക്കറ്റ്, നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് ഉൽപ്പാദിപ്പിക്കണമോ, അതല്ല ഇത് പുറത്തുനിന്ന് വാങ്ങണോ. ഇപ്പൊ റോ മെറ്റീരിയൽസ് എല്ലാം നമുക്ക്, ചില റോ മെറ്റീരിയൽസ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ സാധിക്കും, ചിലത് നമ്മുടെ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട ചില റോ മെറ്റീരിയൽസ് നമുക്ക് ബിസിനസ് സ്ഥാപനത്തിനകത്ത് തന്നെ എന്താണ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെ റോ മെറ്റീരിയൽസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം, ഏതൊക്കെ മെറ്റീരിയൽസ് നമ്മുടെ ബിസിനസ് സ്ഥാപനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അത് നമ്മൾ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് ബിസിനസ് സ്ഥാപനത്തിൽ നടക്കാൻ പോകുന്ന ഉൽപാദന പ്രക്രിയയെ കുറിച്ച് മുൻകൂറായി തയ്യാറാക്കുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. എന്താണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. എന്തൊക്കെയാണ് ഈ പ്രൊഡക്ഷൻ പ്ലാനിംഗ് കൊണ്ട് നമ്മളിങ്ങനെ മുൻകൂറായി എല്ലാ കാര്യങ്ങളും നേരത്തെ തീരുമാനിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്? പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ഷൻ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഏരിയ പ്രൊഡക്ഷൻ പ്ലാനിംഗ്. ഓക്കെ, പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്താ പറയണത്, പ്രൊഡക്ഷൻ പ്ലാനിംഗ് പ്രൊവൈഡ് റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. എന്താ പറയണത്, റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. അവിടെ ഒരു തടസ്സവും ഇല്ലാതെ ആവശ്യത്തിന് റോ മെറ്റീരിയൽസ് എത്തിക്കുന്നു, ആവശ്യത്തിന് എംപ്ലോയീസ് എത്തിക്കുന്നു, ശരിയായിട്ടുള്ള മെഷീൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്, ടൂൾസ് എക്യുപ്മെന്റ്സ് എല്ലാം കൃത്യസമയത്ത് നൽകുന്നു. ഇതെല്ലാം നൽകുമ്പോഴേക്കും അവിടെ എന്ത് നടക്കുന്നുണ്ട്, റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, വന്നത്തെ ലക്ഷ്യം എന്താണ്, കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഉൽപാദന പ്രക്രിയ അവിടെ നടക്കണം. റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. സോ
അവിടെ ഒരു ഇന്ററപ്ഷനും വരുന്നില്ല, അവിടെ ഒരു തടസ്സവും നേരിടുന്നില്ല. റോ മെറ്റീരിയൽസ് കൃത്യസമയത്ത് എത്തിക്കുന്നു, പ്ലാൻ അനുസരിച്ച് ഏത് ഉൽപ്പന്നമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് ആ ഉൽപ്പന്നത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് എത്തിക്കുന്നു. ആ ഉൽപാദന പ്രക്രിയയിൽ ആവശ്യമായ എംപ്ലോയീസ് അവിടെ വരുന്നുണ്ട്. ഏതൊക്കെ മെഷീൻസ് ആണ് വേണ്ടതെന്ന് നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്യുപ്മെന്റ്സ്, ടൂൾസ്, ഇതെല്ലാം വെൽ പ്രിപ്പയർഡ് ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ത് തന്നെയാണ്? റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. കൃത്യമായി ഒരു തടസ്സവുമില്ലാതെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ബിസിനസ് സ്ഥാപനത്തിൽ നടന്നുകൊണ്ടിരിക്കണം. ഇത് രണ്ടാമത്തെ നമുക്ക് നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് രണ്ടാമത്തെ ലക്ഷ്യം? പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഹെൽപ്സ് ഇൻ മിനിമൈസിംഗ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. എന്താ നമുക്ക് അടുത്ത് പറയുന്നത്? മിനിമൈസിംഗ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, നമ്മുടെ പ്രവർത്തന ചെലവുകൾ കുറയ്ക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്? എങ്ങനെയായിരിക്കാം? ഈ പ്രൊഡക്ഷനിലൂടെയാണ് അവൈലബിൾ റിസോഴ്സിന് പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് അല്ലെങ്കിൽ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന ഹ്യൂമൻ റിസോഴ്സസ് ആണെങ്കിലും ഫിസിക്കൽ റിസോഴ്സസ്, റോ മെറ്റീരിയൽസ് ആണെങ്കിലും മെഷീൻസ് ആണെങ്കിലും ഇവയെല്ലാം അവയുടെ കപ്പാസിറ്റിയെ പരമാവധി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല, റോ മെറ്റീരിയൽസ് വേസ്റ്റ് ആക്കുന്ന, ഹ്യൂമൻ എഫേർട്ട് വേസ്റ്റ് ആക്കുന്നില്ല, മെഷീൻസിന്റെ പ്രവർത്തനം നമ്മൾ വേസ്റ്റ് ആക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയ കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ്? എന്താണ്? പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെ. ഓക്കെ, അതുവഴി നമുക്ക് വേസ്റ്റേജ് ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട്. We are utilizing the raw materials, then human resources optimum. അങ്ങനെ പരമാവധി നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയയ്ക്ക് അവയെ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും? ഓപ്പറേഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെ വി ക്യാൻ മിനിമൈസ് ഓപ്പറേഷൻ കോസ്റ്റ്. ദെൻ മൂന്നാമത്തെ നമ്മുടെ ഈ ഓപ്പറേഷൻ കോസ്റ്റിൽ പറഞ്ഞ മൂന്നാമത്തെ തന്നെയാണ് എന്താണ്? എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മൂന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന് ലഭിക്കുന്ന ഉൽപാദനവുമായി ബന്ധപ്പെട്ടുള്ള റിസോഴ്സിനെ എന്ത് ചെയ്തിരിക്കുക? പരമാവധി ഉപയോഗപ്പെടുത്തുക. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. വിഭവങ്ങൾ ഏതൊക്കെ വിഭവങ്ങളാകാം? റോ മെറ്റീരിയൽസ് ആകാം, ദെൻ ഹ്യൂമൻ എംപ്ലോയീസ് ആയിരിക്കാം, ദെൻ മെഷീൻസ് ആകാം. എന്ത് തന്നെയാലും ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന റിസോഴ്സിന് അവരുടെ കപ്പാസിറ്റിയെ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, മൂന്നാമത്തേത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സ്ഥാപനത്തിൽ ലഭിക്കുന്ന വിഭവങ്ങളെ ബിസിനസ് സ്ഥാപനത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി, ബെനിഫിറ്റിന് വേണ്ടി, പ്രൊഡക്ഷൻ പർപ്പസിന് വേണ്ടി എന്താണ്? പരമാവധി ഉപയോഗപ്പെടുത്തുക. ദെൻ നാലാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. എന്താ പറയുന്നത്? പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൻ്റെത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദന പ്രക്രിയ ശരിയായി നടക്കണമെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സഹായം കൂടെ നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാണ് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ സഹായം വേണം? നമുക്ക് നോക്കാം. അത് ഇവിടെ നാലാമത്തേത് പറഞ്ഞത് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. കോർഡിനേറ്റ്സ് the activities of various departments. പല സ്ഥാപനത്തിന്റെ ബിസിനസ് സ്ഥാപനത്തിന്റെ പല ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗിൽ അങ്ങനെ ഏകോപനം നടക്കുന്നത്? ഫിനാൻഷ്യൽ മാനേജർ പണം കൊടുത്താൽ മാത്രമേ പർച്ചേസ് മാനേജർക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായ സമയത്ത് എന്താണ് റോ മെറ്റീരിയൽസ് വാങ്ങിയാൽ മാത്രമേ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമുക്ക് ഉൽപാദന പ്രക്രിയ നടത്താനായിട്ട് സാധിക്കുള്ളൂ. അതായത് പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് മാത്രമാക്കാറില്ല. അപ്പൊ മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും എന്താണ് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ അവരുടെയും പ്രവർത്തനങ്ങൾ ശരിയായ സമയത്ത് നടന്നാൽ മാത്രമേ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് കൃത്യമായി നിർവഹിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ പ്രൊഡക്ഷൻ പ്ലാനിൽ തന്നെ നമ്മൾ നിശ്ചയിക്കണം എത്ര റോ മെറ്റീരിയൽസ് വേണം, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് എന്തുമാത്രം സാധനങ്ങൾ നമുക്ക് വേണ്ടി വാങ്ങിച്ചിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തീരുമാനിക്കണം. ദെൻ സ്റ്റോർസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യസമയത്ത് റോ മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്താൽ, എക്യുപ്മെന്റ്സ് ഒക്കെ ഇഷ്യൂ ചെയ്താൽ മാത്രമേ ബിസിനസ് സ്ഥാപനത്തിന്റെ ഉൽപാദനം നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കുള്ളൂ. സോ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ വി ഷുഡ് കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിന്റെയും ആക്ടിവിറ്റീസിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരിക്കണം. ദെൻ അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഓപ്പറേഷൻ കോസ്റ്റ് കുറയുന്നത്. മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്. പാഴാക്കി കളയുന്നത് കുറയ്ക്കുക. വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്.
ആവശ്യത്തിന്റെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് മാത്രമേ സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്തിയാവൂ വാങ്ങാവൂ. അത് കൂടുതൽ വാങ്ങിയിട്ട് ഉപയോഗപ്പെടുത്താതെ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താതെ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഉപയോഗിക്കാതെ പോവുകയാണെങ്കിൽ അവ ചിലപ്പോൾ നമുക്ക് നഷ്ടമായേക്കാം, വേസ്റ്റേജ് ആയേക്കാം, ഡാമേജ് വന്നേക്കാം. അങ്ങനെ ഒരിക്കലും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ റോ മെറ്റീരിയൽസിന് വേസ്റ്റേജ് ഉണ്ടാകാൻ പാടില്ല. ഉണ്ടാവുകയാണെങ്കിൽ തന്നെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് കൃത്യമായി പ്ലാൻ ചെയ്യുക. എന്തുമാത്രം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് അത് മാത്രമേ സ്റ്റോക്സ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്ത് ചെയ്യാവൂ വാങ്ങാവൂ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്. നമ്മുടെ അസംസ്കൃത വസ്തുക്കളുടെ വേസ്റ്റേജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ പല രീതിയിലും ഉൽപാദന പ്രക്രിയ നടക്കുമ്പോൾ തന്നെ റോ മെറ്റീരിയൽസ് നമുക്ക് വേസ്റ്റ് ആയി പോകാറുണ്ട്. അത് നമ്മൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിന് വില കുറച്ച് സാധനങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം 5 നോക്കാം. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ? ഒന്നാമത്തേത് റെഗുലർ ആൻഡ് സ്റ്റഡി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്. ഉൽപാദന പ്രക്രിയയെല്ലാം കൃത്യസമയത്ത് കൃത്യമായി ഒരു തടസ്സവുമില്ലാതെ മുൻപോട്ട് പോകണം. സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. രണ്ടാമത്തേത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുക. പല രീതിയിൽ നമുക്ക് നമ്മുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ്? സ്ഥാപനത്തിൽ ലഭിക്കുന്ന റിസോഴ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒന്നും തന്നെ വേസ്റ്റേജ് ആക്കരുത്. എല്ലാറ്റിന്റെയും കപ്പാസിറ്റി ഓപ്റ്റിമം ആക്കി ഉപയോഗപ്പെടുത്തുക. അങ്ങനെ നമുക്ക് സ്ഥാപനത്തിന്റെ ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത പറഞ്ഞത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. സ്ഥാപനത്തിൽ ലഭിക്കുന്ന റിസോഴ്സ് അതേതും ആയിക്കോട്ടെ, ഹ്യൂമൻ റിസോഴ്സ് ആണെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിന്റെ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. റോ മെറ്റീരിയൽസിനെ വേസ്റ്റ് ആക്കാതെ പരമാവധി പ്രയോജനപ്പെടുത്തുക. മെഷീൻസിന്റെ കപ്പാസിറ്റി പരമാവധി പ്രയോജനപ്പെടുത്തുക. സോ വി ക്യാൻ യൂട്ടിലൈസ് ദ റിസോഴ്സസ് എഫക്റ്റീവ്ലി. ദെൻ നെക്സ്റ്റ് വൺ കോർഡിനേറ്റ്സ്. നേരത്തെ പറഞ്ഞു എല്ലാ സ്ഥാപനത്തിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുക. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽ. ഉൽപാദന സമയത്ത് നമുക്ക് റോ മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് ഉണ്ടാകുന്ന അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. ഏതിന്റെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. ആറാമത്തേത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുക. റെഡ്യൂസ് ദി പ്രൊഡക്ഷൻ കോസ്റ്റ്. ഉൽപാദന ചെലവ് കുറയ്ക്കുക. ഓക്കെ, നേരത്തെ കുറെ തവണ ഞാൻ പറഞ്ഞു ഉൽപാദന ചെലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? നമ്മുടെ സ്ഥാപനത്തിലിരിക്കുന്ന റിസോഴ്സസിനെ പരമാവധി ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ദെൻ നമുക്ക് റോ മെറ്റീരിയൽസ് നമ്മൾ പാഴാക്കി കളയാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉൽപാദന ചെലവ് കുറച്ചാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് വില കുറച്ച് സാധനങ്ങൾ വിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യം പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കണം. ഹൗ ടു റെഡ്യൂസ് ദ പ്രൊഡക്ഷൻ കോസ്റ്റ്. പല രീതിയിൽ നമുക്ക് ഉൽപാദന ചെലവ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ പക്ഷെ ക്വാളിറ്റിക്ക് കോട്ടമൊന്നും വരരുത്. ക്വാളിറ്റി നമുക്ക് എന്താണ് കൃത്യമായിരിക്കണം. എന്നാലും ഉൽപാദന ചെലവ് നമ്മൾ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ നോക്കുക. കുറച്ചാൽ മാത്രമേ നമുക്ക് സാധനങ്ങൾ വില കുറച്ച് വിൽക്കാൻ സാധിക്കുള്ളൂ, കസ്റ്റമേഴ്സ് നമുക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനെന്തൊക്കെ നടപടികൾ നമ്മളിവിടെ സ്വീകരിക്കണം? 6 ആയി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പോകുന്ന വളരെ അതർ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ നെക്സ്റ്റ് വൺ 7ാമത്തത് നമുക്ക് നോക്കാം. എന്താണ്? ഫെസിലിറ്റേറ്റ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. എന്തിനെ സഹായിക്കുന്നു? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യണം. ഫെസിലിറ്റേറ്റ്സ് സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ്സ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഇവിടെ തീരുമാനമെടുക്കണം നമ്മുടെ ഉൽപ്പന്നം എങ്ങനെയായിരിക്കണം, ക്വാളിറ്റിക്ക് എങ്ങനെ നമുക്ക് ക്വാളിറ്റി കൂട്ടാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ എവിടെ തുടങ്ങണം? പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ, ഉൽപാദന പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഉൽപ്പന്നത്തിന്റെ ക്വാളിറ്റി എങ്ങനെ കൂട്ടാൻ സാധിക്കും, ഏതൊക്കെ വഴികളിലൂടെ നമുക്ക് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം കൂട്ടാൻ സാധിക്കും എന്നുള്ളത് നമ്മളിവിടെ നോക്കണം. അപ്പം അങ്ങനെ നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിനെയും ആര് സഹായിക്കുന്നുണ്ട്? പ്രൊഡക്ഷൻ പ്ലാനിംഗ് സഹായിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഓക്കെ, 7ാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഫെസിലിറ്റേറ്റ്സ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യാനും പ്രൊഡക്ഷൻ പ്ലാനിംഗ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ 8ാമത്തേത് എന്താ പറയണത്? ഹെൽപ്സ് ടു ക്യാപ്ചർ മാർക്കറ്റ്. ഹെൽപ്സ് സഹായിക്കുന്നു. ഹെൽപ്സ് ടു ക്യാപ്ചർ നേടിയെടുക്കാൻ. ക്യാപ്ചർ മാർക്കറ്റ് വിപണി നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ, ദെൻ ഉൽപാദന ചെലവ് കുറയ്ക്കുകയാണെങ്കിൽ, പ്രവർത്തന ചെലവ് കുറയ്ക്കുകയാണെങ്കിൽ, ലഭിക്കുന്ന റിസോഴ്സിനെ പരമാവധി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ, വേസ്റ്റേജ് ഓഫ് ഇൻവെന്ററി മിനിമൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് നമ്മുടെ ഉൽപ്പന്നം വില കുറച്ച് കസ്റ്റമേഴ്സിന് നൽകാനായിട്ട് സാധിക്കുന്നു.
ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ, പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നതിലൂടെ, വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ് മിനിമൈസ് ചെയ്യുന്നതിലൂടെ, ലഭിക്കുന്ന റിസോഴ്സസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്, നമുക്ക് ഉൽപ്പന്നത്തിന്റെ വില നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ വില കുറയ്ക്കുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിക്കും. അങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണെങ്കിൽ എന്താൻ സാധിക്കും? വിപണി കൈയടക്കാനായിട്ട് നമുക്ക് സാധിക്കും. വിപണിയുടെ ഷെയർ നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. സോ അങ്ങനെ നമുക്ക് എന്തുമാത്രം ക്യാപ്ചർ ചെയ്യണം, മാർക്കറ്റ് എന്തുമാത്രം നമുക്ക് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യം എവിടെ തീരുമാനം എടുക്കണം? പ്രൊഡക്ഷൻ പ്ലാനിങ് നമ്മൾ ആലോചിച്ച് അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ദെൻ ലാസ്റ്റ് നമുക്ക് നോക്കാം 9ാമത്തേത് പ്രൊവൈഡ്സ് എ ബെറ്റർ വർക്ക് എൻവയോൺമെന്റ്. എന്താ നൽകുക? ആ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ ഒരുക്കി കൊടുക്കുക. പ്രൊവൈഡ്സ് എ ബെറ്റർ വർക്ക് എൻവയോൺമെന്റ്, തൊഴിൽ സാഹചര്യം, തൊഴിൽ ചുറ്റുപാട് നല്ലതാക്കി കൊടുക്കുക, ബെറ്റർ ആക്കി കൊടുക്കുക, വർക്ക് എൻവയോൺമെന്റ്. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ പ്ലാനിങ് നടത്തുമ്പോൾ തന്നെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും നേടാതിരിക്കണമെങ്കിൽ, റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, കോസ്റ്റ് കുറയ്ക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? നല്ലൊരു എൻവയോൺമെന്റ് അവിടെ നമുക്ക് ഉണ്ടാവണം. സോ എങ്ങനെയൊക്കെ നമുക്ക് വർക്ക് എൻവയോൺമെന്റ് ബെറ്റർ ആക്കാൻ സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ സ്വീകരിക്കാവുന്നതാണ്. അപ്പൊ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ നമുക്ക് ബെറ്റർ വർക്ക് എൻവയോൺമെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും നമുക്ക് നടപടികൾ എടുക്കാവുന്നതാണ്. ദ ലാസ്റ്റ് വൺ 10ാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. എന്താ നമുക്ക് നോക്കേണ്ടത്? റിസൾട്ട്സ് ഇൻ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. റിസൾട്ട്സ് ഇൻ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇതെല്ലാം, ഈ ഉൽപാദനം എല്ലാം ചെയ്യുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കുന്നത്, ഓപ്പറേഷൻ കോസ്റ്റ് കുറയ്ക്കുന്നു, റോ മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് കുറയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്. കൺസ്യൂമേഴ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാരണം അവർക്കുള്ള ക്വാളിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്ത് ഉൽപ്പന്നം നമ്മൾ നൽകണം. അപ്പൊ ക്വാളിറ്റി ആയിട്ടുള്ള ഗുഡ്സ് അവർക്ക് നൽകിയാൽ മാത്രമേ മാർക്കറ്റിൽ നമുക്ക് കൈയടക്കാൻ സാധിക്കുള്ളൂ. കൺസ്യൂമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെ നമുക്ക് കൺസ്യൂമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും? അവിടെ നമുക്ക് ഏതുതരം ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുത്താൽ മാത്രമാണ് കൺസ്യൂമേഴ്സ് സംതൃപ്തരാവുക. അവരുടെ നീഡ്സും വാണ്ട്സും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും അടുത്ത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അവർക്ക് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഉൽപ്പന്നം വാങ്ങി അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എങ്കിൽ എന്ത് സാധിക്കും? പിന്നീട് വരും അവർ വീണ്ടും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ വേണ്ടി ഇല്ല. അപ്പൊ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ ഉൽപ്പന്നത്തിന് വിപണി കുറഞ്ഞുകൊണ്ട് വരും, ഓഹരി കുറഞ്ഞു വരും. അപ്പൊ അത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിന് തെറ്റായി ബാധിക്കുന്ന ഒരു കാര്യമാണ്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് തീരുമാനമെടുക്കണം. ഈ 10 പ്രധാനമായിട്ടും ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പ്രാവശ്യം കൂടെ. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിങ്? പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, അതിന്റെ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമത്തെ എന്തായിരുന്നു വന്നത്? സ്റ്റഡി ആൻഡ് റെഗുലർ ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. എന്തായിരുന്നു? കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ വിത്തൗട്ട് എനി ഇന്ററപ്ഷൻ. രണ്ടാമത്തേത് ഞാൻ പറഞ്ഞു മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ലഭിക്കുന്ന റിസോഴ്സസിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഞാൻ പറഞ്ഞു. ദെൻ മിനിമൈസ് ദ കോസ്റ്റ്, മിനിമൈസ് ദ ഓപ്പറേഷൻ കോസ്റ്റ്, ചെലവ് കുറയ്ക്കുക. ഓക്കെ, ദെൻ 4ാമത്തേത് ഞാൻ പറഞ്ഞു കോർഡിനേറ്റ് ദ ആക്ടിവിറ്റീസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ്. പല ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക. ദെൻ 5ാമത്തേത് മിനിമൈസ് ദ വേസ്റ്റേജ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസിന്റെ വേസ്റ്റേജ് കുറയ്ക്കാൻ ശ്രമിക്കുക. ദെൻ 6ാമത്തേത് റെഡ്യൂസ് പ്രൊഡക്ഷൻ കോസ്റ്റ്. ഉൽപാദന ചെലവ് കുറയ്ക്കുക. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. അതിന്റെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞു. 7ാമത്തേത് എങ്ങനെ നമുക്ക് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും, അതിനുള്ള നടപടികൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ തീരുമാനമെടുക്കണം. 5ാമത്തേത് ഹൗ ടു ക്യാപ്ചർ മാർക്കറ്റ്. എങ്ങനെ നമുക്ക് മാർക്കറ്റിൽ നമ്മുടെ കസ്റ്റമേഴ്സിനെ എങ്ങനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കും, മാർക്കറ്റ് ഷെയർ എങ്ങനെ കൂടുതലായിട്ട് നമുക്ക് നേടാനായിട്ട് സാധിക്കുന്ന കാര്യം തീരുമാനിക്കാൻ സഹായിക്കുന്നുണ്ട്. 9ാമത്തേത് നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെ. അപ്പൊ വർക്കിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ വർക്ക് എൻവയോൺമെന്റ് ബെറ്റർ ആക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദ ലാസ്റ്റ് 10th വൺ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. എന്തിനോടൊന്നും പ്രൊഡക്ഷൻ പ്ലാനിങ്ങിലൂടെ നമുക്ക് എന്ത് നേടിയെടുക്കണം? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ നേടിയെടുക്കാൻ സാധിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും പഠിച്ചത് എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്. എന്താണ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്? ആപ്ലിക്കേഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ടു ദ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ.
application of planning, organizing, staffing, directing and controlling to the production activities like conversion of raw materials into finished goods. അടുത്ത് നമ്മൾ പഠിച്ചത് രണ്ട് ഏരിയയാണ്. ഒന്നാമത്തത് പ്രൊഡക്ഷൻ പ്ലാനിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളിംഗ് ഉണ്ട്. അതിന്റെ ഫസ്റ്റ് വൺ ആണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻസ്, കെയർഫുൾ പ്രിപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്ലാൻസ്. ഉൽപാദനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മുൻകൂറായി തീരുമാനിക്കാം. വാട്ട് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എന്ത് ഉൽപ്പന്നം പ്രൊഡ്യൂസ് ചെയ്യണം, ദെൻ ആരൊക്കെയാണ് ഇതിൽ ഉൽപാദന പ്രക്രിയയിൽ വരേണ്ട വ്യക്തികൾ, എംപ്ലോയീസ് ആരൊക്കെയാണ്, ദെൻ എവിടെയാണ് ഇത് ഉൽപാദന പ്രക്രിയ നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂറായി തീരുമാനിക്കുന്നതാണ് പ്രൊഡക്ഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്ലാനിംഗ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് പഠിക്കും. അതിന്റെ വേരിയസ് സ്റ്റെപ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.